السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, മഹാനായ ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ കിതാബു തൗഹീദ് എന്ന മഹത്തരമായ ഗ്രന്ഥമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. എല്ലാ ഓരോ ദർസുകളിലും പറയാറുള്ളത് പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഓരോരുത്തരോടും കൽപ്പിച്ചിട്ടുള്ള തൗഹീദുമായി അഥവാ അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന കാര്യവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ തെളിവുകൾ ഉൾക്കൊള്ളുന്ന മഹത്തായ കിതാബാണ് ഈ കിതാബ്. അതോടൊപ്പം ഷെയ്ഖ് റഹിമഹുല്ലാ കഴിഞ്ഞ അധ്യായങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ വായിച്ചു കൊണ്ടിരിക്കുന്ന അധ്യായങ്ങളെല്ലാം തന്നെ തൗഹീദിനുള്ള തെളിവുകളാണ്, ഷിർക്കിനെതിരെയുള്ള തെളിവുകളാണ്. അല്ലാഹു അല്ലാത്ത ആളുകളെ ഇബാദത്ത് ചെയ്യുക, അവർക്ക് ഇബാദത്തുകൾ സമർപ്പിക്കുക എന്നത് ഒരു നിലക്കും നമുക്ക് പാടില്ലാത്തതാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഷിർക്ക് കടന്നു വരുന്ന ചില മേഖലകളാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അഥവാ കഴിഞ്ഞ അധ്യായവും അതിനു മുന്നേ ഉള്ള അധ്യായവും പരിശോധിച്ച് നോക്കിയാൽ നമുക്കത് വ്യക്തമാകും. അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലിയറുക്കുക, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ച നിർവഹിക്കുക, ഇതെല്ലാമാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത്തരം വിഷയങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിൽ നമുക്ക് ചുറ്റും ധാരാളക്കണക്കിന് ആളുകൾ പെട്ടുപോയിട്ടുണ്ട്. തൗഹീദ് മനസ്സിലാക്കാത്ത, ഖുർആനും സുന്നത്തും ശരിയായ രൂപത്തിൽ ഗ്രഹിച്ചിട്ടില്ലാത്ത പാമരന്മാരായ ജനങ്ങളെ പണ്ഡിത വേഷധാരികൾ ഷിർക്കിൻ്റെ കഥകളും സ്വപ്നങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരം ദുരവസ്ഥയിൽ നിന്നും അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഷെയ്ഖ് റഹിമഹുല്ലാ അടുത്തതായി കൊടുക്കുന്ന അധ്യായം ബാബുൻ മിനശ്ശിർക്കി അൽ ഇസ്തിആദതു ബിഗൈരില്ലാഹ്. ബാബുൻ അധ്യായം, മിനശ്ശിർക്കി അൽ ഇസ്തിആദതു ബിഗൈരില്ലാഹി, അല്ലാഹു അല്ലാത്തവരോട് കാവലിനെ ചോദിക്കൽ, അഭയം ചോദിക്കൽ ഷിർക്കിൽപ്പെട്ടതാകുന്നു എന്ന് വിശദീകരിക്കുന്ന അധ്യായം. അൽ ഇസ്തിആദ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു, അൽ ഹുറൂബു മിൻ ഷൈഇൻ തഖാഫുഹു ഇലാ മൻ യഅസിമുക മിൻഹു. അൽ ഇസ്തിആദ എന്ന് പറഞ്ഞാൽ പൊതുവെ മലയാളത്തിൽ നമ്മൾ അർത്ഥം പറയാറുള്ളത് കാവലിനെ ചോദിക്കുക, അഭയം തേടുക, ശരണം തേടുക എന്നിങ്ങനെയാണ്. യഥാർത്ഥത്തിൽ അൽ ഇസ്തിആദ എന്ന് പറഞ്ഞാൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ മനോഹരമായ വിശദീകരണം നമുക്ക് കാണാം. അൽ ഹുറൂബു മിൻ ഷൈഇൻ, ഒരു കാര്യത്തിൽ നിന്നും പേടിച്ചോടലാണ്. തഖാഫുഹു, നീ ഭയപ്പെടുന്ന ഒരു കാര്യത്തിൽ നിന്നും പേടിച്ചോടലാണ്. ഇലാ മൻ യഅസിമുക മിൻഹു,
നിനക്ക് അഭയം നൽകുന്ന, സഹായം നൽകുന്ന, നിന്നെ സംരക്ഷിക്കുന്ന ഒന്നിലേക്ക്, ഒരാളിലേക്ക്, ഒരുവനിലേക്ക്. ഇതാണ് അഭയം തേടുക എന്ന് പറഞ്ഞാൽ. അഥവാ പല കാര്യങ്ങളിൽ നിന്നും മനുഷ്യർ പൊതുവെ പേടിക്കാറുണ്ട്. അത്തരം പേടിയുള്ള സന്ദർഭങ്ങളിൽ അഭയം നൽകുന്ന, സഹായം നൽകുന്ന, സംരക്ഷണം നൽകുന്ന ഒന്നിലേക്ക് ഓടിച്ചെല്ലലാണ് യഥാർത്ഥത്തിൽ അൽ ഇസ്തിആദ എന്ന് പറഞ്ഞാൽ. അൽ ഇസ്തിആദത്തു എന്ന് പറഞ്ഞാൽ തലബുൽ ഔദ്. ആരോടാണോ ഇസ്തിആദത്ത് ചെയ്യുന്നത്, അഭയം തേടുന്നത്, കാവലിനെ ചോദിക്കുന്നത്, അവരോട് യഥാർത്ഥത്തിൽ നമുക്ക് സംരക്ഷണം നൽകണം, അഭയം നൽകണം എന്നതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. അൽ ഇസ്തിആദ എന്നത് ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു അല്ലാത്ത ഒരാളോടും കാവലിനെ ചോദിക്കരുത്. അല്ലാഹു അല്ലാത്ത ഒരാളിലേക്കും അഭയം തേടി പോവരുത്. ഇതാണ് അടിസ്ഥാനം. ഷെയ്ഖ് റഹിമഹുല്ല രണ്ട് തെളിവുകളാണ് ഈ അധ്യായത്തിൽ എടുത്തു കൊടുത്തിട്ടുള്ളത്. വഖൗലുല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖ. സൂറത്തുൽ ജിന്നിലെ 6-ാമത്തെ ആയത്താണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസ്, മനുഷ്യരിലെ ചില ആളുകൾ, യഊദൂന, അവർ അഭയം തേടുന്നു, കാവലിനെ ചോദിക്കുന്നു, ബിരിജാലിൻ മിനൽ ജിന്ന്, ജിന്നുകളിൽപ്പെട്ട ചില ആളുകളോട്, ഫസാദൂഹും റഹഖ, ആ സന്ദർഭത്തിൽ അവർക്ക് ഗർവ്, അഹങ്കാരം അത് വർദ്ധിക്കുകയുണ്ടായി. ഈ ആയത്ത് സഹോദരങ്ങളെ, ഷെയ്ഖ് റഹിമഹുല്ല ഇവിടെ എടുത്തുകൊടുത്തത് അല്ലാഹു അല്ലാത്തവരോട് ഇതുപോലെ കാവലിനെ ചോദിക്കുക, അഭയം തേടുക എന്നതിനെ ആക്ഷേപിച്ചുകൊണ്ടാണ്. ഈ ആയത്തിൽ വ്യക്തമാണ്, മനുഷ്യരിൽപ്പെട്ട ചില ആളുകൾ ജിന്നുകളോട്, ജിന്നുകളിൽപ്പെട്ട ചില ആളുകളോട് അഭയം തേടുകയുണ്ടായി, ശരണം തേടുകയുണ്ടായി, കാവലിനെ ചോദിക്കുകയുണ്ടായി. തഫ്സീറുകളിൽ നമുക്ക് കാണാം, ജിന്നുകളിൽപ്പെട്ട ചില ആളുകളോട് അവർ അഭയം തേടി എന്ന് പറഞ്ഞാൽ, ജാഹിലിയ കാലഘട്ടത്തിൽ അറബികൾ ഒരു വാദിയിൽ, ഒരു താഴ്വരയിൽ യാത്രക്കിടയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ ശബ്ദമുയർത്തി വിളിക്കും, അഊദു ബിസയ്യിദി ഹാദൽ വാദി മിൻ സുഫഹാഇ ഖൗമിഹി. ഈ വാദിയുടെ, ഈ താഴ്വരയിലെ സയ്യിദിനോട്, നേതാവിനോട് ഞാനിതാ കാവലിനെ ചോദിക്കുന്നു, മിൻ സുഫഹാഇ ഖൗമിഹി, അയാളുടെ ഖൗമിൻ്റെ, സമൂഹത്തിലെ വിഡ്ഢികളായ ആളുകളുടെ ഷർറിൽ നിന്നും. ഇത് വ്യക്തമാണ്, അല്ലാഹു അല്ലാത്തവരോടുള്ള അഭയം തേടലാണ്, കാവലിനെ ചോദിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ അറിയിക്കുന്നത്, ഫസാദൂഹും റഹഖ, അവരങ്ങനെ ചെയ്തപ്പോൾ ഫസാദൂഹും റഹഖ. ഈ വാക്കിനെ പണ്ഡിതന്മാർ രണ്ട് രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഫസാദൂഹും റഹഖ എന്നത് പൊതുവെ നമുക്ക് കാണാൻ സാധിക്കുക ജിന്നുകൾക്ക് അഹങ്കാരം, ഗർവ് വർദ്ധിച്ചു എന്നതാണ്. എന്നാൽ തഫ്സീറുകളിൽ നമുക്ക് കാണാം, ഈ ആളുകൾ, മനുഷ്യർ ജിന്നുകളിൽപ്പെട്ട ചില ആളുകളോട് കാവലിനെ ചോദിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അവർക്ക് കാവൽ കിട്ടുന്നതിന് പകരം അവർക്ക് കൂടുതൽ ഭയവും അതുപോലെ പേടിയും ക്ഷീണവും തളർച്ചയും ഉണ്ടായി എന്നതാണ് ഈ ആയത്ത് കൊണ്ടുള്ള ഉദ്ദേശം. മനസ്സിലായോ? അഥവാ അവർ അല്ലാഹു അല്ലാത്തവരോട് കാവലിനെ ചോദിച്ചപ്പോൾ, അഭയം ചോദിച്ചപ്പോൾ നേരെ വിപരീതമായ ഫലം അവർക്ക് കിട്ടി. നമ്മൾ കഴിഞ്ഞ മുമ്പേ മനസ്സിലാക്കിയ അധ്യായത്തിൽ ഉറുക്കുമായി, ഏലസുമായി ബന്ധപ്പെട്ട ഹദീസിൽ വായിച്ചിരുന്നു. എന്തിനാണ് കയ്യിൽ ഇത് ബന്ധിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, രോഗത്തിന് വേണ്ടിയാണ്.
അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? വലാ യസീദുക ഇല്ല വഹന, നിനക്കിത് നിന്റെ രോഗം വർദ്ധിപ്പിക്കുകയല്ലാതെ ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ എന്തിനാണോ അത് കെട്ടിയത് അതിൻ്റെ നേരെ വിപരീത ഫലമാണ് അങ്ങനെയുള്ള ആളുകൾക്ക് കിട്ടുക. ഇവിടെയും അതാണ് ഉദ്ദേശമെന്ന് ഒരു തഫ്സീർ നമുക്ക് കാണാം. അഥവാ അവർ കാവലിനെ ചോദിച്ചു, അവർക്ക് സംരക്ഷണം വേണമെന്ന് പറഞ്ഞു, പക്ഷെ അവർക്ക് കൂടുതൽ പേടിയും ഭയവും ആണ് ഉണ്ടായത്. രണ്ടാമത്തെ തഫ്സീർ അതാണ് പൊതുവെ പ്രസിദ്ധമായിട്ടുള്ളത്. ജിന്നുകളിൽപ്പെട്ട ആളുകളോട് മനുഷ്യർ കാവലിനെ ചോദിച്ചപ്പോൾ ജിന്നുകൾക്ക് അഹങ്കാരം വർദ്ധിച്ചു, അവർക്ക് ഗർവ് വർദ്ധിച്ചു, അവർ എന്തോ വലിയ സംഭവമാണ് എന്ന രൂപത്തിൽ അവർക്ക് തോന്നിപ്പോയി എന്നും നമുക്ക് കാണാം. പറഞ്ഞതിൻ്റെ ചുരുക്കം സഹോദരങ്ങളെ, ഈ ആയത്ത് ഷെയ്ഖ് റഹിമഹുല്ല ഇവിടെ ഉദ്ധരിച്ചത്, ഇവിടെ എടുത്തു കൊടുത്തത് അല്ലാഹു അല്ലാത്ത ആളുകളോടുള്ള ഇസ്തിആദ, കാവലിനെ ചോദിക്കൽ, അത് ഷിർക്കിൽപ്പെട്ടതാണ് എന്ന് പറയാൻ വേണ്ടിയാണ്. കാരണം അങ്ങനെയുള്ള കാവലിനെ ചോദിക്കൽ അല്ലാഹുവിടെ ആക്ഷേപിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഒന്നല്ലെങ്കിൽ ഈ ചോദിച്ച ആളുകൾക്ക് വിപരീത ഫലം കിട്ടും, അതല്ലെങ്കിൽ ജിന്നുകൾക്ക് അഹങ്കാരം വർദ്ധിക്കും. ഒരിക്കലും ഇത് പ്രശംസയുടെ വാക്കല്ല, മറിച്ച് ആക്ഷേപത്തിൻ്റെ, അങ്ങനെയുള്ള ആളുകളെ ആക്ഷേപിച്ചുകൊണ്ടുള്ള വാക്കാണ്. മാത്രമല്ല അള്ളാഹുവിലാണ് ഒരു മുസ്ലിം അവലംബം അർപ്പിക്കേണ്ടത്. ഇത്തരം ആളുകൾ ജിന്നുകളിലാണ് അവലംബം അർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഒരു താഴ്വരയിൽ അവർ ഇറങ്ങിയപ്പോൾ അവിടെയുള്ള ജിന്നുകളുടെ നേതാവിനെ വിളിച്ച് ഇതുപോലെ കാവലിനെ ചോദിച്ചത്. അതിനെ വിലക്കിക്കൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ പറഞ്ഞ ആയത്ത് അവതരിപ്പിച്ചത്. ഈ ആയത്തിൽ നിന്നും മറ്റൊരു തെളിവ് കൂടി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അല്ലാത്തവരോട് കാവലിനെ ചോദിച്ചപ്പോൾ നേരെ വിപരീത ഫലമാണ് ഉണ്ടായത്. ഒന്നല്ലെങ്കിൽ ചോദിക്കുന്നവന് പ്രയാസങ്ങൾ വർദ്ധിക്കും, അതല്ലെങ്കിൽ ജിന്നുകൾക്ക് അഹങ്കാരം വർദ്ധിക്കും. ഇതിന് നേർ വിപരീതമായ ഒരു അർത്ഥമുണ്ട്. ആരാണോ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നത്, ആരാണോ അള്ളാഹുവിൽ അവലംബം അർപ്പിക്കുന്നത്, അവന് അള്ളാഹു റബ്ബുൽ ആലമീൻ നിർഭയത്വവും ശക്തിയും ശാന്തിയും സമാധാനവും നൽകും. അത് സഹോദരങ്ങളെ പണ്ഡിതന്മാർ ഈ ആയത്ത് വിശദീകരിക്കുന്ന സന്ദർഭങ്ങളിൽ പറഞ്ഞതായി നമുക്ക് കാണാം. അത് ഹക്കാണ്, യാഥാർത്ഥ്യമാണ്. അതാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ ഖുർആനിൽ പല സ്ഥലങ്ങളിലും നമ്മെ അറിയിച്ചത്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ആരല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവോ അവന് അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരു പോം വഴി നൽകും. ഏത് പ്രയാസത്തിലും, ഏത് വിഷമഘട്ടങ്ങളിലും, ഏത് കുടുക്കം ബാധിച്ചാലും ആര് റബ്ബിനെ സൂക്ഷിക്കുന്നുവോ, അള്ളാഹുവിൽ അവലംബം അർപ്പിക്കുന്നുവോ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുന്നുവോ, അള്ളാഹു അവന് ഒരു പോം വഴി നൽകും. അവൻ ഉദ്ദേശിക്കാത്ത രൂപത്തിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ അവന് ഉപജീവനം, റിസ്ഖ് നൽകും. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ആര് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുവോ അവൻ അള്ളാഹു മതിയായതാണ്. അള്ളാഹുവിൽ ആര് ഭരമേൽപ്പിക്കുന്നുവോ, ആര് റബ്ബിൽ തൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നുവോ, റബ്ബിൽ അവലംബം അർപ്പിക്കുന്നുവോ, അള്ളാഹുവിനോട് തേടുന്നുവോ, അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നുവോ അവൻ അള്ളാഹു മതിയായതാണ്. അതാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ ചോദിച്ചത്. അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദഹു. അള്ളാഹുവിൻ്റെ അടിമക്ക് അള്ളാഹു പോരെ. അള്ളാഹുവിൻ്റെ അടിമക്ക് അള്ളാഹു മതിയായതാണ്. ഏത് പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താൻ, ഏത് വാദിയിൽ താഴ്വരയിൽ ചെന്നിറങ്ങിയാലും റബ്ബ് സഹായിക്കാനുണ്ട്. അള്ളാഹുവാണ് രക്ഷ നൽകേണ്ടത്, അള്ളാഹുവാണ് സഹായിക്കേണ്ടത് എന്നതാണ് സഹോദരങ്ങളെ ഇസ്ലാമിൻ്റെ അടിത്തറ. ഇത് പൊളിച്ചു കളയുന്ന കാര്യമാണ് അള്ളാഹു അല്ലാത്തവരോട് കാവലിനെ ചോദിക്കൽ. ഈ ആയത്തും ഇതിൻ്റെ വിശദീകരണവും കേൾക്കുമ്പോൾ നമ്മുടെ നാടുകളിൽ ഇപ്പോഴും പ്രത്യേകിച്ച് പഴയ ആളുകൾ കാല് തന്നെ വീഴുമ്പോൾ പറയാറുള്ള വാക്കുകൾ എന്താണ്? ബദരീങ്ങളെ കാവൽ, മുഹീദ്ദീൻ ഷെയ്ഖെ കാക്കണേ, മമ്പുറത്ത് തങ്ങളെ കാക്കണേ. ഏതാണ് ഈ കാക്കണേ എന്ന വിളി? കാക്കണേ എന്ന വിളി അതാണ് അൽ ഇസ്തിആദ. എനിക്ക് സംരക്ഷണം നൽകണേ,
എന്നെ രക്ഷപ്പെടുത്തണേ എന്ന തേട്ടമാണ്, ചോദ്യമാണത്. ബദരീങ്ങളോട് കാവലിനെ ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് ബദരീങ്ങളിൽ അവലംബമർപ്പിക്കലാണ്, അവരോടുള്ള പ്രാർത്ഥനയാണ്, അവരോടുള്ള തേട്ടമാണ്. കാരണം അവരുടെ കഴിവിൽപ്പെടാത്ത കാര്യങ്ങളാണ് ആ ചോദിക്കുന്നത്. ഇത് സഹോദരങ്ങളെ ഇന്നും വ്യാപകമാണ്. എത്ര ആളുകൾ അറിഞ്ഞും അറിയാതെയും വിളിക്കുന്നു ബദരീങ്ങളെ കാവൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അറബി എന്താണ്? അഊദു ബിബദരിയീൻ എന്നാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നത് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതുപോലെയുള്ള സന്ദർഭങ്ങളിൽ പറയുന്നവനാണ് മുസ്ലിം. അതേ അഊദു എന്ന വാക്ക് ഈ പറഞ്ഞ അല്ലാഹു അല്ലാത്ത ആളുകളോട് ചോദിക്കുകയാണ്. അത് അല്ലാഹുവിന് ഇഷ്ടമുള്ളവരായാലും ശരി അല്ലാത്തവരായാലും ശരി, റബ്ബല്ലാത്ത ഒരാളെയും ഇതുപോലെ ഈ രൂപത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കരുത്, തേടരുത് എന്നതിനാണ് ഈ ആയത്ത് ഷെയ്ഖ് റഹിമഹുല്ല ഇവിടെ എടുത്തു കൊടുത്തത്. അടുത്തതായി ഷെയ്ഖ് റഹിമഹുല്ല ഒരു ഹദീസ് ഉദ്ധരിക്കുകയാണ്. വഅൻ ഖൗല بنت حكيم رضي الله عنها قالت سمعت رسول الله صلى الله عليه وسلم يقول من نزل منزلا فقال أعوذ بكلمات الله التامات من شر ما خلق لم يضره شيء حتى يرحل من منزله ذلك رواه مسلم. ഖൗല ബിൻത് ഹക്കീം റളിയല്ലാഹു അൻഹ അവർ പറയുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു. മൻ നസല മൻസിലൻ, ആരാണോ ഒരു സ്ഥലത്ത് വന്നിറങ്ങിയത്. നസല എന്ന് പറഞ്ഞാൽ ഇറങ്ങി, മൻസിലൻ എന്ന് പറഞ്ഞാൽ അവനവൻ്റെ സ്വന്തം വീടാവട്ടെ, അതല്ലെങ്കിൽ യാത്രക്കിടയിൽ ഇറങ്ങുന്ന സ്ഥലമാവട്ടെ, അതല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കുന്ന താമസ സ്ഥലമാവട്ടെ, എല്ലാം അതിൽ ഉൾപ്പെടും എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണാം. ആരാണോ തൻ്റെ താമസ സ്ഥലത്ത് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇറങ്ങിയത്, ഫഖാല എന്നിട്ട് അവൻ ഇപ്രകാരം പറയുകയും ചെയ്തത്, എന്താണ് പറയേണ്ടത്? അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ. അഊദു ഞാൻ കാവലിനെ ചോദിക്കുന്നു, ബികലിമാത്തില്ലാഹി താമ്മാതി. ബികലിമാത്തില്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വാക്കുകൾ മുഖേന, അത്താമ്മാതി പരിപൂർണമായ സമ്പൂർണമായ അള്ളാഹുവിൻ്റെ സമ്പൂർണമായ വാക്കുകൾ കൊണ്ട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. മിൻ ശർരി മാ ഖലഖ അള്ളാഹു സൃഷ്ടിച്ചവയുടെ കെടുതിയിൽ നിന്നും ഷർറിൽ നിന്നും എന്ന് പറഞ്ഞാൽ അള്ളാഹു സൃഷ്ടിച്ചവയുടെ ഷർറിൽ നിന്നും കെടുതിയിൽ നിന്നും അള്ളാഹുവിൻ്റെ പരിപൂർണമായ വാക്കുകൾ കൊണ്ട് ഞാൻ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു. ഇങ്ങനെ ഒരാൾ ഒരു സ്ഥലത്ത് വന്നിറങ്ങിയ സന്ദർഭത്തിൽ പറഞ്ഞാൽ ലം യദുർറഹു ഷൈഉൻ അയാളെ ഒന്നും ഒരു ഉപദ്രവവും ചെയ്യുകയില്ല. ഹത്താ യർഹല മിൻ മൻസിലിഹി ദാലിക അയാളുടെ ആ സ്ഥലത്ത് നിന്ന്, അയാൾ വന്നിറങ്ങിയ സ്ഥലം, അയാളുടെ താമസ സ്ഥലം എവിടെയാണോ യാത്രക്കിടയിൽ, ആ സ്ഥലത്ത് നിന്ന് അയാൾ പുറപ്പെടുന്നതുവരെ, അയാൾ മാറിപ്പോകുന്നതുവരെ അയാൾക്ക് യാതൊന്നും ഒരു ഉപദ്രവവും വരുത്തി വെക്കുകയില്ല, ചെയ്യുകയില്ല. സഹോദരങ്ങളെ, ഈ ഹദീസ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കാവലിനെ ചോദിക്കണം, അഭയം തേടണം എന്നതാണ്. നേരത്തെ നമ്മൾ കേട്ടു, തഫ്സീറുകളിൽ ജാഹിലിയ കാലഘട്ടത്തിലെ അറബികൾ ചെയ്തിരുന്നത്, ഒരു സ്ഥലത്ത് ചെന്നിറങ്ങിയാൽ അവർ ആ വാദിയുടെ, ആ താഴ്വരയുടെ, ആ സ്ഥലത്തുള്ള ജിന്നുകളുടെ നേതാക്കന്മാരെ വിളിച്ച് കാവലിനെ ചോദിക്കും.
അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അതിനേക്കാൾ ഏറ്റവും ഉത്തമമായ ശരിയായ മാർഗം പഠിപ്പിക്കുകയാണ്. എന്താണ് ഒരു മുസ്ലിം ചോദിക്കേണ്ടത്? അള്ളാഹുവിനോടാണ് കാവലിനെ ചോദിക്കേണ്ടത്. ഈ പ്രാർത്ഥനയാണ് നമ്മൾ ചൊല്ലേണ്ടത്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. ഇത് ഏത് സ്ഥലത്ത് ചെന്നിറങ്ങിയാലും നമ്മൾ പ്രാർത്ഥിക്കണം. ആ സ്ഥലത്ത് നിന്ന് നമ്മൾ യാത്ര പോകുന്നത് വരെ, അതല്ലെങ്കിൽ അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത് വരെ, അവിടുന്ന് മാറിപ്പോകുന്നത് വരെ അള്ളാഹു റബ്ബുൽ ആലമീൻ സംരക്ഷണം നൽകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ പുറത്തേക്ക് പോയി തിരിച്ച് നമ്മുടെ വീടുകളിലേക്ക് വരികയാണ്, ഈ പ്രാർത്ഥന പറയണം. ഇനി വേറെ എവിടെയെങ്കിലും പോവുകയാണ്, യാത്രക്കിടയിലാണ്, ഒരു സ്ഥലത്ത് ചെന്നിറങ്ങിയാൽ നമ്മൾ ഈ പ്രാർത്ഥന പറയണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയോടാണ് നമുക്ക് കാവലിനെ ചോദിക്കാനുള്ളത്. റബ്ബാണ് നമുക്ക് കാവൽ നൽകേണ്ടത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു പ്രാർത്ഥനയിൽ നമുക്ക് ഇപ്രകാരം കാണാം: അഊദു ബിക മിൻ ശർരി കുല്ലി ദാബത്തിൻ അൻത ആഖിദുൻ ബിനാസിയതിഹ. അല്ലാഹു റബ്ബുൽ ആലമീൻ അല്ലാഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു, മിൻ ശർരി കുല്ലി ദാബത്തിൻ, എല്ലാ ജന്തുക്കളുടെയും ജീവജാലങ്ങളുടെയും ഷർറിൽ നിന്ന്, ഉപദ്രവങ്ങളിൽ നിന്ന്, കെടുതിയിൽ നിന്ന്, അൻത ആഖിദുൻ ബിനാസിയതിഹ, അല്ലാഹുവേ നീയാണ് അതിൻ്റെ എല്ലാം മൂർധാവ് പിടിച്ചവൻ. അതിൻ്റെ എല്ലാം മൂർധാവ് റബ്ബേ നിൻ്റെ കരങ്ങളിലാണ്, നിൻ്റെ കൈകളിലാണ്. നോക്കൂ സഹോദരങ്ങളെ, എത്ര സമാധാനം നൽകുന്ന വാക്കുകളാണ്, പ്രാർത്ഥനകളാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചത്. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയന്ത്രണത്തിലാണ് എല്ലാ സൃഷ്ടികളും, എല്ലാ ജന്തുക്കളും, എല്ലാ ജീവജാലങ്ങളും. അതിൻ്റെ എല്ലാം ഷർറിൽ നിന്ന്, ഉപദ്രവങ്ങളിൽ നിന്ന് നമുക്ക് യാതൊരു ഉപദ്രവവും ഇല്ലാതിരിക്കാൻ നമ്മൾ ആരോടാണ് ചോദിക്കേണ്ടത്? അള്ളാഹുവിനോടാണ്. ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ ആ ബദരീങ്ങൾ ആരോടാണോ കാവലിനെ ചോദിച്ചത് അതിന് നേർ വിപരീതമാണ് നമ്മുടെ ആ ചോദ്യം. അവർ ബദറിൻ്റെ രണാങ്കണത്തിൽ വെച്ച് അള്ളാഹുവിനോടാണ് സഹായം ചോദിച്ചത്. എന്നാൽ ആളുകൾ അവരോട് കാവലിനെ ചോദിക്കുകയാണ്. ഇത് സഹോദരങ്ങളെ തീർത്തും ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങൾക്ക് വിരുദ്ധമാണ്. അതുപോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തതായി നമുക്ക് കാണാം. ഒരിക്കൽ ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, കഴിഞ്ഞ രാത്രിയിൽ അള്ളാഹുവിൻ്റെ റസൂലെ എനിക്ക് തേളിൻ്റെ വിഷബാധ ഏൽക്കുകയുണ്ടായി. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അമാ ഖുൽത ഹീന അംസൈത അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന് വൈകുന്നേരമായപ്പോൾ നീ പറഞ്ഞിട്ടില്ലേ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, അള്ളാഹുവിനോട് നീ കാവലിനെ ചോദിച്ചില്ലേ എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഹദീസിലും വ്യക്തമായ തെളിവുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആലയോടാണ് കാവലിനെ ചോദിക്കാനുള്ളത്. അള്ളാഹു അല്ലാത്ത ഒരാളോടും കാവലിനെ ചോദിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ നേരത്തെ നമ്മൾ കേട്ട പ്രാർത്ഥനയിൽ വന്നതുപോലെ എല്ലാറ്റിൻ്റെയും മൂർധാവ് റബ്ബിൻ്റെ കരങ്ങളിലാണ്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി. അഊദു നമുക്കറിയാം, അള്ളാഹുവിനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. ബികലിമാത്തില്ല, അള്ളാഹുവിൻ്റെ കലിമാത്ത് കൊണ്ട്, വാക്കുകൾ കൊണ്ട്. അള്ളാഹുവിൻ്റെ കലിമാത്ത് എന്നത് പ്രാപഞ്ചികമായ കലിമാത്തുണ്ട്, വാക്കുകളുണ്ട്. അഥവാ പ്രപഞ്ചത്തിൽ അള്ളാഹു പറഞ്ഞ കുൻ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി എന്നാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ അറിയിച്ചത്. അതുപോലെ ശർഈയായ അള്ളാഹുവിൻ്റെ വാക്കുകൾ അഥവാ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ, റബ്ബിൻ്റെ സംസാരം, അള്ളാഹുവിൻ്റെ കലാം, അതെല്ലാം ഈ പറഞ്ഞ ബികലിമാത്തില്ല എന്നതിൽ ഉൾപ്പെടും. അത്താമ്മാതി, പരിപൂർണമായ, സമ്പൂർണമായ എന്ന് പറഞ്ഞാൽ അസ്സിദ്ഖു ഫിൽ അഖ്ബാർ, അള്ളാഹുവിൻ്റെ വാക്കുകൾ
വാക്കുകളിൽ ഏറ്റവും സത്യസന്ധമായ വാക്കാണ്. സത്യസന്ധതയുടെ കാര്യത്തിൽ ഏറ്റവും പരിപൂർണമാണ് റബ്ബിൻ്റെ വാക്ക്. രണ്ടാമത്തേത് അൽ അദ്ലു ഫിൽ അഹ്കാം, വിധിയിൽ, തീരുമാനങ്ങളിൽ, വിധി വിലക്കുകളിൽ ഏറ്റവും നീതിപൂർണമായ വാക്കുകളാണ് റബ്ബിൻ്റെത്. അള്ളാഹു ഒരു നിയമം പറഞ്ഞാൽ അതേറ്റവും നീതിപൂർണമായിരിക്കും. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും പരിപൂർണമായ വാക്കുകളാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയുടേത്. ആ റബ്ബിൻ്റെ, അള്ളാഹുവിൻ്റെ പരിപൂർണമായ വാക്കുകൾ മുഖേന അള്ളാഹുവിനോട് നമ്മൾ കാവലിനെ ചോദിക്കുകയാണ്. മിൻ ശർരി മാ ഖലഖ്, അള്ളാഹു സൃഷ്ടിച്ചവയുടെ കെടുതിയിൽ നിന്നും. അള്ളാഹുവാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചത്. ഖൈറും ഷർറും എല്ലാം റബ്ബിൽ നിന്നാണ്. എന്നാൽ ഖൈറ് മാത്രമേ റബ്ബിലേക്ക് ചേർത്തി പറയുകയുള്ളൂ. ഷർറ് ഒരിക്കലും അള്ളാഹുവിലേക്ക് ചേർത്തി പറയാൻ പാടുള്ളതല്ല. അതുകൊണ്ടാണ് റബ്ബ് സൃഷ്ടിച്ചവയുടെ കെടുതിയിൽ നിന്ന്, ഉപദ്രവങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞത്. അള്ളാഹു റബ്ബുൽ ആലമീൻ സൃഷ്ടിച്ച അവൻ്റെ സൃഷ്ടികളിൽ ഉള്ള ഷർറ്, പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച സൃഷ്ടികൾ 3 രൂപത്തിലാണ്. ഒന്ന് ഷർറുൻ മഹൽ, കേവലം ഷർറ് മാത്രമേ ഉള്ളൂ, നരകം, ഇബ്ലീസ്, അതുപോലെയുള്ള കാര്യങ്ങൾ, അതിൽ ഷർറ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. രണ്ടാമത്തത് ഖൈറും മഹൽ, തീർത്തും നന്മ മാത്രം, സ്വർഗം, പ്രവാചകന്മാർ, മലക്കുകൾ. മൂന്നാമത്തേത് ഫീഹി ഷർറുൻ വ ഖൈർ, ഉപദ്രവമുണ്ടാകും നന്മയുമുണ്ടാകും. അത് കൽ ഇൻസി വൽ ജിന്നി വൽ ഹയവാൻ, മനുഷ്യർ, ജിന്നുകൾ, മൃഗങ്ങൾ, ഇതിൽ ഖൈറും ഉണ്ടാകും ഷർറും ഉണ്ടാകും. അതാണ് അള്ളാഹുവിലേക്ക് ഷർറ് ഒരിക്കലും ചേർത്തി പറയാൻ പാടില്ല. മറിച്ച് സൃഷ്ടികളിൽ ഉള്ള ഷർറ്, അള്ളാഹു സൃഷ്ടിച്ചവയുടെ ഷർറിൽ നിന്നും അള്ളാഹുവിൻ്റെ പരിപൂർണമായ വാക്കുകൾ മുഖേന ഞാൻ കാവലിനെ ചോദിക്കുന്നു. സഹോദരങ്ങളെ, ഇത് പറഞ്ഞാൽ ലം യദുർറഹു ഷൈഉൻ, ഇത് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. അങ്ങനെ സംഭവിക്കോ എന്ന ഒരു ശക്ക് നമുക്കുണ്ടാവരുത്. ചിലപ്പോൾ ആളുകൾക്ക് തോന്നും നമ്മൾ ചൊല്ലുന്നുണ്ടല്ലോ, പക്ഷേ അത് എന്തുകൊണ്ട് അതിൻ്റെ ഉപകാരം ലഭിക്കുന്നില്ല. പണ്ഡിതന്മാർ അതിന് പല കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്ക് യാതൊരു കുഴപ്പവുമില്ല, എന്നാൽ ചൊല്ലുന്നയാളുടെ യഖീൻ, ദൃഢത, ഉറച്ച വിശ്വാസം അതിനെ സ്വാധീനിക്കും. ഉറച്ച വിശ്വാസത്തോടു കൂടി വേണം റബ്ബിനോട് പ്രാർത്ഥിക്കാൻ. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതല്ലാതെ നമ്മുടെ യഖീനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, നമ്മുടെ തേട്ടത്തിൽ, ചോദ്യത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ സ്വാധീനം അതുപോലെയായിരിക്കും. അതുകൊണ്ട് നമ്മൾ ചോദിക്കുമ്പോൾ കിട്ടും എന്ന ഉറപ്പോടുകൂടി റബ്ബിനോട് ചോദിക്കുക. ഇങ്ങനെ ഒരാൾ ചോദിച്ചാൽ സഹോദരങ്ങളെ, ലം യദുർറഹു ഷൈഉൻ, ഒരു ഉപദ്രവവും അയാൾക്ക് ഏൽക്കുകയില്ല. ഹത്താ യർഹല മിൻ മൻസിലിഹി ദാലിക, അയാൾ തൻ്റെ താമസ സ്ഥലത്ത് നിന്നും, ആ ഇറങ്ങിയ സ്ഥലത്ത് നിന്നും യാത്ര തുടരുന്നത് വരേക്കും. ഈ ഹദീസ് വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാം. ഇമാം അൽ ഖുർത്തുബി റഹിമഹുല്ല, മഹാനായ മുഫസ്സിർ, അദ്ദേഹം പറഞ്ഞു, വഖദ് ജറബ്തു ദാലിക, ഈ പറഞ്ഞ പ്രാർത്ഥന ഞാൻ പരീക്ഷിച്ചു. ഹത്ത ഇന്നി നസീതു ദാത യൗം, എത്രത്തോളം, ഒരു ദിവസം ഞാനിത് ചൊല്ലാൻ മറന്നുപോയി. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന പ്രാർത്ഥന ചൊല്ലാൻ ഒരിക്കൽ അദ്ദേഹം മറന്നുപോയി. ഫദഖൽതു മൻസിലി വലം അഖുൽ ദാലിക, അദ്ദേഹം പറയുകയാണ്, ഇത് പറയാതെ ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. ഫലദഗത്നി അഖറബുൻ, അദ്ദേഹം പറയുകയാണ്, ഇത് ചൊല്ലാതെ ഒരിക്കൽ വീട്ടിൽ കയറിയപ്പോൾ അന്ന് ഒരു തേൾ അദ്ദേഹത്തെ ഉപദ്രവിക്കുകയുണ്ടായി. തേളിൻ്റെ വിഷബാധ അദ്ദേഹത്തിന് ഏൽക്കുകയുണ്ടായി. അതുപോലെ സഹോദരങ്ങളെ, ഈ ഹദീസ് വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞ ഒരു സംഭവം നമുക്ക് ഇപ്രകാരം കാണാം. അദ്ദേഹം ഒരിക്കൽ കിതാബു തൗഹീദിലെ നമ്മളിപ്പോൾ വായിച്ച ഈ ബാബ്, ഈ അധ്യായം വായിച്ചതിന് ശേഷം, ദർസ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരാൾ ആ സദസ്സിൽ നിന്നും അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് വന്നു.
എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഷെയ്ഖേ, ഒരു സംഭവം എനിക്ക് താങ്കളോട് പറയാനുണ്ട്. അദ്ദേഹം പറഞ്ഞു, കുറച്ച് ആളുകൾ ഒരു യാത്ര പോവുകയുണ്ടായി. അങ്ങനെ അവർ മരുഭൂമിയിൽ തമ്പടിക്കാനാണ്, താമസിക്കാനാണ് യാത്ര പോയത്. അങ്ങനെ മരുഭൂമിയിൽ എത്തിയപ്പോൾ അതിലൊരാൾ പറഞ്ഞു, എനിക്ക് താഴെ ഈ മണലിൽ കിടക്കാൻ പ്രയാസമുണ്ട്, അതുകൊണ്ട് ഞാൻ കാറിൻ്റെ മുകളിൽ കിടന്നോളാം. അപ്പം അവിടെ ചെന്നിറങ്ങിയപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു, അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് പറയുക. എല്ലാവരും പറഞ്ഞു. പക്ഷേ കാറിൻ്റെ മുകളിൽ കിടന്ന ഇദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം കാറിൻ്റെ മുകളിലാണ് കിടന്നത്. അദ്ദേഹം അവിടെ കിടന്നുറങ്ങുകയും ചെയ്തു. അങ്ങനെ പ്രഭാതമായപ്പോൾ എല്ലാവരും എഴുന്നേറ്റു. ഈ മുകളിൽ കിടന്ന വ്യക്തിയെ തേള് വിഷബാധ ഏൽപ്പിച്ചിരിക്കുന്നു. മുകളിൽ കിടന്ന വ്യക്തിക്കാണ് വിഷബാധയേറ്റത്. അപ്പോൾ അവർ ചിന്തിച്ചു, എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? നിലത്ത് കിടന്ന ആൾക്ക് യാതൊരു പ്രയാസവും, മുകളിൽ കിടന്ന ആൾക്കാണല്ലോ പ്രശ്നം, അദ്ദേഹത്തെയാണല്ലോ തേള് കടിച്ചത്. എന്താണ് അതിൻ്റെ കാരണമെന്ന് നോക്കിയപ്പോൾ വണ്ടിയിൽ നിന്നും, കാറിൽ നിന്നും അവർ പുതപ്പും അതുപോലെയുള്ള കാര്യങ്ങളും നിലത്തേക്കിട്ടിരുന്നു. ആ സന്ദർഭത്തിൽ അവിടെ നിന്ന് ഒരു തേൾ ഇയാൾ കിടന്ന പുതപ്പിൽ കയറി കൂടിയിട്ടുണ്ട്. അതോടൊപ്പം ഇയാൾ ഈ പ്രാർത്ഥന ദിക്ർ ചൊല്ലിയിട്ടുമില്ല. നോക്കൂ, വണ്ടിയുടെ മുകളിലേക്ക്, കാറിൻ്റെ മുകളിലേക്ക് തേളിന് വരാൻ സാധിച്ചില്ലെങ്കിലും നിലത്ത് നിന്ന് ഇയാളുടെ പുതപ്പിലേക്ക് ഈ തേൾ പറ്റിപ്പിടിക്കുകയും കയറി പറ്റുകയും എന്നിട്ട് മുകളിൽ വെച്ച് അയാളെ വിഷബാധ ഏൽപ്പിക്കുകയും ചെയ്തു. നോക്കൂ നിങ്ങൾ, ഈ പ്രാർത്ഥന അതിൻ്റെ പ്രത്യേകത, ശ്രേഷ്ഠത വിവരിക്കാനാണ് ഈ സംഭവം ഷെയ്ഖ് ഹഫിളഹുല്ലാ അദ്ദേഹം ഈ കിതാബ് തൗഹീദിൻ്റെ വിശദീകരണത്തിൽ ഉദ്ധരിച്ചത്. ഇത് കേവലം നടന്ന സംഭവമാണ്. ഇത് നമുക്കൊരിക്കലും തെളിവല്ല, പക്ഷേ സാന്ദർഭികമായി ഇത്തരം സന്ദർഭങ്ങൾ ഉണർത്തുകയാണ്. നമ്മൾ ഏത് സ്ഥലത്ത് ചെന്നിറങ്ങിയാലും സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന മറന്നു പോകരുത്. അതിന് വലിയ സ്വാധീനമുണ്ടാക്കും. അത് ഇത്തരം ചരിത്രങ്ങളിൽ നിന്നും നമുക്ക് നൽകുന്ന ഗുണപാഠമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അതിന് അതിൻ്റേതായ ബറക്കത്ത് ഉണ്ടായിരിക്കുമെന്നത് നമ്മൾ ഉറച്ച് വിശ്വസിക്കേണ്ടതാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി സഹോദരങ്ങളെ, ഇതുമായി ബന്ധപ്പെട്ട് ഒരു മസ്അല പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി നമുക്ക് കാണാം. അഥവാ അള്ളാഹു അല്ലാത്തവരോട് കാവലിനെ ചോദിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ വാചകമാണത്. ലാ യജൂസു അൽ ഇസ്തിആദതു ബിൽ മഖ്ലൂഖി ഇൻദ അഹദിൻ മിനൽ അഇമ്മ. ഒരൊറ്റ ഇമാമിങ്ങളുടെ അടുക്കലും അള്ളാഹു അല്ലാത്ത സൃഷ്ടികളോട് കാവലിനെ ചോദിക്കൽ അനുവദനീയമല്ല. ഒരാളും ജായിസാണ് എന്ന് അനുവാദം കൊടുത്തിട്ടില്ല. അതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, അതിൽ വിശദീകരണമുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവരോട് കാവലിനെ ചോദിക്കുക എന്നത് 3 രൂപത്തിലാണ്. എത്ര രൂപത്തിലാണ്? 3 രൂപത്തിലാണ്. ഒന്നാമത്തേത് ഷിർക്കായ ഇസ്തിആദത്ത്, കാവലിനെ ചോദിക്കൽ. ഷിർക്കായ കാവലിനെ ചോദിക്കൽ എന്ന് പറഞ്ഞാൽ ഖബറാളികളോട്, മരണപ്പെട്ടവരോട്, അങ്ങനെയുള്ള ആളുകളോട് കാവലിനെ ചോദിക്കുക എന്നത് ഷിർക്കിയായ ഇസ്തിആദത്തിൽ പെടും. കാരണം നമുക്കറിയാം, ബദരീങ്ങളെ കാക്കണേ എന്ന് ഒരാൾ പറഞ്ഞാൽ സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ, ബദരീങ്ങൾ കേൾക്കുകയോ കാണുകയോ ചെയ്യുന്നില്ല. ബദരീങ്ങൾക്ക് നമ്മെ സഹായിക്കാൻ, നമ്മുടെ വിഷയത്തിൽ ഇടപെടാൻ സാധിക്കുകയില്ല. അവർ വഫാത്തായി പോയവരാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായി പോയവരാണ് ബദരീങ്ങൾ റളിയല്ലാഹു അൻഹും. ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ ബദറിൽ പങ്കെടുത്തവരെന്നാണ്. അവരെ വിളിച്ച് കാവലിനെ ചോദിക്കരുത് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും അവരെ ആക്ഷേപിക്കുന്ന വാക്കുകളല്ല ഇത്, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലെ നിയമമാണ്. അവരോടുള്ള എല്ലാ ബഹുമാനവും കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. കാരണം അവർ പഠിപ്പിച്ചതാണിത്. അവർ എന്തിനു വേണ്ടിയാണ് ബദറിൽ യുദ്ധം നടത്തിയത്? എന്തിനു വേണ്ടിയാണ് അവർ ബദറിൽ പോരാടിയത്?
ഈ പറഞ്ഞ വിശ്വാസം അത് സ്ഥിരീകരിക്കാൻ, ഉറപ്പിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അവരുടെ മാർഗമാണിത്. അതാണ് പറയുന്നത്. ഏതുപോലെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടുള്ള ദേഷ്യം കൊണ്ടാണോ? ഒരിക്കലുമല്ല. മറിച്ച് അല്ലാഹു റബ്ബുൽ ആലമീൻ അതാണ് കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നാമത്തേത് നമ്മൾ മനസ്സിലാക്കുക, ഷിർക്കിയായ ഇസ്തിആദത്താണ്. അഥവാ അല്ലാഹു അല്ലാത്തവരോട് അവരുടെ കഴിവിൽ പെടാത്തത് ചോദിക്കുക, കാവലിനെ ചോദിക്കുക, കാവൽ തേടുക. രണ്ടാമത്തെ ഇനം എന്നത് ശർഈയായ ഇസ്തിആദത്താണ്. ശർഈയായ ഇസ്തിആദത്ത് അഥവാ അനുവദിക്കപ്പെട്ട കാവലിനെ ചോദിക്കൽ, ശർഈൽ പഠിപ്പിക്കപ്പെട്ട കാവലിനെ ചോദിക്കൽ. അതേതാണ്? ഈ അധ്യായത്തിൽ പറഞ്ഞ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനോട് മാത്രം, അള്ളാഹുവിനോട് അവൻ്റെ നാമഗുണവിശേഷണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് റബ്ബിനോടുള്ള കാവലിനെ ചോദിക്കൽ. അതാണ് ശർഈയായ അടിസ്ഥാനപരമായ കാവലിനെ ചോദിക്കൽ. അള്ളാഹുവിനോട് മാത്രമേ ഒരടിമ കാവലിനെ ചോദിക്കാൻ പാടുള്ളൂ. ഇത് ശർഈയായ കാവലിനെ ചോദിക്കലാണ്. മൂന്നാമത്തെ ഒരു ഇനം പണ്ഡിതന്മാർ പറഞ്ഞു, മുബാഹായ അനുവദിക്കപ്പെട്ട അൽ ഇസ്തിആദ, കാവലിനെ ചോദിക്കൽ. അനുവദിക്കപ്പെട്ട കാവലിനെ ചോദിക്കൽ എന്ന് പറഞ്ഞാൽ സൃഷ്ടികളോട് അവരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ അനുവദിക്കപ്പെട്ട അനുവദനീയമായ ചോദ്യത്തിലാണ് അത് വരിക. ഉദാഹരണത്തിന് ഹദീസിൻ്റെ കിതാബുകളിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ബനു മഖ്സൂം ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ മോഷ്ടിക്കുകയുണ്ടായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അവരെ കൊണ്ടുവന്നു. അപ്പോൾ ഹദീസിൽ നമുക്ക് കാണാം, അവർ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് കാവലിനെ ചോദിച്ചു, അവരോട് അവരിൽ അഭയം തേടി. ഈ വന്ന സ്ത്രീ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ, നമ്മുടെ ഉമ്മ, അവരോട് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞതായി നമുക്ക് കാണാം. അത് ശിർക്കായ ഇസ്തിആദത്താണോ? കാവലിനെ ചോദിക്കലാണോ? അല്ല. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി അദ്ദേഹത്തിൻ്റെ അടിമയെ തല്ലുന്നത്, അടിക്കുന്നത് കണ്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, അടിമയെ, അയാളെ, ആ കുട്ടിയെ തല്ലരുത്, അടിക്കരുത്. ആ കുട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് രക്ഷിക്കണം എന്ന് പറഞ്ഞതായി കാണാം. ഇത് സഹോദരങ്ങളെ പൊതുവെ പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാം. ഒരാൾ ഉപദ്രവിക്കാൻ വരികയാണെങ്കിൽ അടുത്തുള്ള ഒരാളോട് അയാളുടെ കഴിവിൽപ്പെട്ട കാര്യമാണത്, എന്നെ രക്ഷിക്കണേ എന്നു പറയൽ, അത് ഒരാൾക്ക് അനുവദനീയമാണ്. അത് മുബാഹായ കാവലിനെ ചോദിക്കലാണ്. എന്നാൽ അയാളോട് കാവലിനെ രക്ഷിക്കണേ എന്ന് പറയുന്ന സന്ദർഭത്തിൽ നമ്മുടെ വിശ്വാസം എന്തായിരിക്കണം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാലല്ലാതെ അയാൾക്ക് രക്ഷിക്കാൻ സാധിക്കുകയില്ല. എല്ലാ അവലംബവും റബ്ബിലാണ്. അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ മാത്രമേ അയാൾക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഇതാണ് 3 ഇനങ്ങൾ. ഇത് പറയുമ്പോൾ സഹോദരങ്ങളെ ഒരു കാര്യം കൂടി ചേർത്തു പറയട്ടെ. അള്ളാഹു ഉദ്ദേശിച്ചാൽ, അള്ളാഹുവിൻ്റെ തൗഫീഖ് കിട്ടിയാൽ മാത്രമേ അയാൾ എന്നെ സഹായിക്കുകയുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇത് അയാളുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ്. ശരിക്കും ശ്രദ്ധിക്കണം. ബദരീങ്ങളെ രക്ഷിക്കണേ, മുമ്പുറത്തെ തങ്ങളെ കാക്കണേ എന്ന് പറയുമ്പോൾ അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചാൽ അവർ സഹായിക്കും എന്ന് നമുക്ക് പറയാൻ പാടുണ്ടോ എന്ന് പറയാൻ വല്ല വകുപ്പുണ്ടോ? ഇല്ല. കാരണം ബദരീങ്ങൾക്കോ മുമ്പുറത്തെ തങ്ങൾക്കോ മുഹീദ്ദീൻ ഷെയ്ഖിനോ നമ്മെ കേൾക്കാനോ കാണാനോ സാധിക്കുന്നില്ല. അവർ നമ്മുടെ മുന്നിലില്ല. നമ്മളുമായി ഒരു കാര്യകാരണ ബന്ധം ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർ അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് നമ്മെ സഹായിക്കും, അള്ളാഹു ഉദ്ദേശിച്ചാൽ സഹായിക്കും എന്നത് ഒരിക്കലും ഇവിടെ തെളിവാക്കാൻ നമുക്ക് സാധിക്കുകയില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ 3 ഇനങ്ങൾ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. 1 ശർഈയായ കാവലിനെ ചോദിക്കലാണ്. 2 ഷിർക്കിയായ കാവലിനെ ചോദിക്കലാണ്. 3 മുബാഹായ അനുവദിക്കപ്പെട്ട കാവലിനെ ചോദിക്കലാണ്. ഇത് 3ഉം ഇസ്തിആദത്തിൻ്റെ ഇനങ്ങളിൽപ്പെട്ടതാണ്. ഇത്
പറഞ്ഞുകൊണ്ടാണ് പല ആളുകളും തെറ്റിദ്ധരിപ്പിക്കാറുള്ളത്. ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുമ്പോൾ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാവുമോ, ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ ശിർക്കാവുമോ എന്ന് പരിഹസിച്ചുകൊണ്ട് ചോദിക്കാറുണ്ട്. അതിനെല്ലാം അതിൻ്റേതായ നിയമങ്ങളുണ്ട്, കാര്യകാരണ ബന്ധങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് സഹോദരങ്ങളെ ഷെയ്ഖ് റഹിമഹുല്ല ഈ അദ്ധ്യായത്തിൽ എടുത്തുകൊടുത്ത തെളിവുകൾ. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുക. തൗഹീദിനുള്ള തെളിവാണ്, ഷിർക്കിൻ്റെ ആളുകൾക്കുള്ള തെളിവല്ല, അവർക്ക് എതിരെയുള്ള തെളിവുകളാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഷെയ്ഖ് റഹിമഹുല്ല ഈ അദ്ധ്യായത്തിൽ എടുത്തുകൊടുത്ത മസ്അലകൾ നമുക്ക് വായിക്കാം. ഫീഹി മസാഇൽ, ഈ അദ്ധ്യായത്തിലുള്ള മസ്അലകൾ. അൽ ഊല, ഒന്നാമത്തേത് തഫ്സീറുൽ ആയ, സൂറത്തുൽ ജിന്നിലെ 6-ാമത്തെ ആയത്തിൻ്റെ തഫ്സീർ. എന്താണ് ആയത്തിൻ്റെ തഫ്സീർ? എന്താണ് ആയത്തിൽ വന്നിട്ടുള്ളത്? വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖ. ആയത്തിൻ്റെ തഫ്സീർ എന്താണ്? അതിൻ്റെ ഉദ്ദേശം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ കാവലിനെ ചോദിക്കാൻ പാടുള്ളൂ. അല്ലാഹു അല്ലാത്ത ആളുകളോട്, അത് ജിന്നുകളാവട്ടെ മലക്കുകളാവട്ടെ ആരുമാവട്ടെ, അവരോട് കാവലിനെ ചോദിച്ചാൽ വിപരീത ഫലമാണ് ഉണ്ടാവുക. പ്രത്യേകിച്ച് ഈ ആയത്തിൽ പരാമർശിച്ചതുപോലെ ജിന്നുകളോട് സഹായം ചോദിക്കുമ്പോൾ, അഭയം തേടുമ്പോൾ അവർക്ക് കൂടുതൽ അഹങ്കാരം വർദ്ധിക്കും. അത് ആക്ഷേപത്തിൻ്റെ വാക്കാണ്, ഒരിക്കലും നമുക്ക് തെളിവാക്കാൻ കൊള്ളുകയില്ല. എന്തിന്? അല്ലാഹു അല്ലാത്തവരോട് കാവലിനെ ചോദിക്കാൻ. അസാനിയത്തു, രണ്ടാമത്തത് കൗനുഹു മിന ഷിർക്ക്, അല്ലാഹു അല്ലാത്തവരോടുള്ള അഭയം ചോദിക്കൽ, കാവലിനെ ചോദിക്കൽ ഷിർക്കിൽപ്പെട്ടതാണ്. ഏത് രൂപത്തിൽ? ഒരാൾ വീഴാൻ പോവുകയാണ്, അടുത്തുള്ള ആളുകളോട് രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് ഷിർക്കിൽപ്പെട്ടതാണോ? ആണോ? അല്ല. ഈ ആയത്തിൽ പരാമർശിച്ചതുപോലെ ജിന്നുകളോടുള്ള അഭയം ചോദിക്കൽ, അതുപോലെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല അവനല്ലാത്ത ആരുമാവട്ടെ ഇതിൽ ഉൾപ്പെടും. ആകെ അനുവദിക്കപ്പെട്ടത് അല്ലാഹു റബ്ബുൽ ആലമീൻ അനുവദിച്ച മേഖലയാണ്. അഥവാ ഒരാളുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ അവരോട് ചോദിക്കുക എന്നത് മുബാഹാണ്. അതല്ലാത്ത റബ്ബല്ലാത്തവരോടുള്ള കാവലിനെ ചോദിക്കൽ ഷിർക്കിൽപ്പെട്ടതാണ്. അസാലിസത്തു, മൂന്നാമത്തേത് അൽ ഇസ്തിദ്ലാലു അലാ ദാലിക ബിൽ ഹദീസ്, ഈ ഹദീസിൽ പണ്ഡിതന്മാർ തെളിവ് പിടിച്ചു. ലിഅന്നൽ ഉലമാഅ ഇസ്തദല്ലു ബിഹി അലാ അന്ന കലിമാത്തില്ലാഹി ഗൈറു മഖ്ലൂഖ, ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ തെളിവ് പിടിച്ചു അള്ളാഹുവിൻ്റെ വാക്കുകൾ സൃഷ്ടിയല്ല. അള്ളാഹുവിൻ്റെ വാക്കുകൾ സൃഷ്ടിയല്ല. അള്ളാഹുവിൻ്റെ സംസാരം, പരിശുദ്ധ ഖുർആൻ, അതെന്തല്ല? സൃഷ്ടിയല്ല. കാരണം ഖാലു, പണ്ഡിതന്മാർ പറഞ്ഞു, ലിഅന്നൽ ഇസ്തിആദത ബിൽ മഖ്ലൂഖി ശിർക്കുൻ. എന്തിനാണിത് പറഞ്ഞത്? ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഖുർആൻ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ് ചില ആളുകൾ രംഗത്ത് വന്നിരുന്നു. വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായി, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അദ്ദേഹത്തെ ആളുകൾ ഉപദ്രവിച്ചു, അടിച്ചു, ജയിലിലടച്ചു, ബഹിഷ്കരിച്ചു. ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്ന ഒരു വിഷയമാണെന്ത്? അള്ളാഹുവിൻ്റെ കലാം സൃഷ്ടിയാണ് എന്ന് പറയാതിരുന്ന കാരണത്താൽ. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കലാം സൃഷ്ടിയല്ല, അള്ളാഹുവിൻ്റെ കലാം സൃഷ്ടിയല്ല എന്നതിന് ഈ ഹദീസ് തെളിവാണ്. അറാബിഅതു, നാലാമത്തെ മസ്അല, ഫളീലതു ഹാദ ദുആഇ മഅ ഇഖ്തിസാരിഹി, ഈ ഹദീസിൽ വന്ന പ്രാർത്ഥനയുടെ ശ്രേഷ്ഠത. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നമ്മൾ ഇത് ചൊല്ലേണ്ടത്? ഒന്ന്, വൈകുന്നേരം 3 തവണ. രണ്ടാമത്തത് ഈ ഹദീസിൽ വന്നതുപോലെ ഒരു സ്ഥലത്ത് ചെന്നിറങ്ങിയാൽ, നമ്മുടെ വീടാവട്ടെ ഏത് സ്ഥലവുമാവട്ടെ, നമുക്ക് ചൊല്ലൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. ആ പ്രാർത്ഥനയുടെ ശ്രേഷ്ഠത ഈ അധ്യായത്തിലുണ്ട്. മഅ ഇഖ്തിസാരിഹി, ആ പ്രാർത്ഥന ചെറുതാണെങ്കിലും ശരി, അല്ലെ, ഒരൊറ്റ ശ്വാസത്തിൽ നമുക്ക് പറഞ്ഞു തീർക്കാം. എന്നാൽ അതുകൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങൾ വളരെ വലുതാണ്, വളരെ മഹത്തരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അൽ ഖാമിസത്തു, അഞ്ചാമത്തെ മസ്അല, അന്ന കൗന ശൈഇ
യഹ്സുലു ബിഹി മൻഫഅത്തുൻ ദുനിയവിയ്യത്തുൻ മിൻ കഫ്ഫി ശർരിൻ ഔ ജൽബി നഫ്ഇൻ. ഒരു കാര്യം അതുകൊണ്ട് ദുന്യവിയായ ഉപകാരം ലഭിക്കുന്നു എന്നത്, ഉദാഹരണത്തിന് എന്തെങ്കിലും ഉപദ്രവങ്ങൾ തടുക്കപ്പെടുന്നു, അതല്ലെങ്കിൽ എന്തെങ്കിലും ഉപകാരം ലഭിക്കുന്നു എന്നത് ലാ യദുല്ലു അലാ അന്നഹു ലൈസ മിനശ് ശിർക്ക്, അത് ഷിർക്കിൽപ്പെട്ടതല്ല, ഷിർക്കല്ല എന്നതിന് ഒരിക്കലും തെളിവാക്കാൻ സാധിക്കുകയില്ല. പറഞ്ഞു മനസ്സിലായോ? ഒരാൾ എന്തെങ്കിലും ചെയ്തു എന്ന് വിചാരിക്കുക. ഈ രൂപത്തിലുള്ള കാര്യം, ഒരു വാദിയിൽ ചെന്നിറങ്ങിയപ്പോൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു, അതല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരോട് കാവലിനെ ചോദിച്ചു. നമ്മൾ മുന്നേ പഠിച്ചതുപോലെ ഉറുക്ക് കെട്ടി, ഏലസ് കെട്ടി, ഏതെങ്കിലും ജാറത്തിൽ പോയി ദുആ ചെയ്തു. അയാൾക്ക് എന്തെങ്കിലും നേട്ടം കിട്ടി എന്ന് വിചാരിക്കുക. അതൊരിക്കലും ആ കാര്യം ഷിർക്കല്ല എന്നതിന് തെളിവാക്കാൻ സാധിക്കുകയില്ല. ഇവിടെ ഒരാൾ ഒരു സ്ഥലത്ത് ചെന്നിറങ്ങി അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചു എന്ന് വിചാരിക്കുക, അവരോട് കാവലിനെ തേടിയെന്ന് വിചാരിക്കുക, എന്നിട്ട് അവർക്ക് ഉപകാരം കിട്ടിയെന്നും വിചാരിക്കുക. അത് തെളിവാക്കാൻ കൊള്ളുമോ? അതൊരിക്കലും തെളിവല്ല. തെളിവ് എന്ന് പറഞ്ഞാൽ ഖാല അല്ലാഹ് ഖാല റസൂലുള്ളാഹ്, അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നതാണ്. ഭൗതികമായി ദുനിയാവിൽ ഓരോരുത്തർക്കും കിട്ടുന്ന ഉപകാരമല്ല നമുക്ക് തെളിവ്. അതാണ് പല ആളുകളും പലപ്പോഴും പടച്ചുവിടാറുള്ളത്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും, ഏലസ് ഉറുക്ക് കെട്ടിയപ്പോൾ കുട്ടിയുടെ രോഗം മാറി, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ആ ജാറത്തിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ നമ്മുടെ കാര്യം ശരിയായി. അതൊരിക്കലും സഹോദരങ്ങളെ തെളിവല്ല, അതൊരിക്കലും തെളിവാക്കാൻ കൊള്ളുകയില്ല. ഖാല അല്ലാഹ് ഖാല റസൂലുള്ളാഹ് എന്നത് മാത്രമാണ് തെളിവ്. കാരണം ഇതര സമുദായങ്ങളിൽ ഇതിനേക്കാൾ വലിയ അത്ഭുത സംഭവങ്ങളും അവർക്ക് ലഭിച്ച നേട്ടങ്ങളും ധാരാളക്കണക്കിന് അവർക്ക് പറയാനുണ്ടാകും. അതൊരിക്കലും നമുക്ക് തെളിവല്ല. അള്ളാഹു എന്തു പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു, അതാണ് നമ്മുടെ തെളിവ്. അതുകൊണ്ട് ഓരോരുത്തർക്കും കിട്ടുന്നു എന്നത് ഒരിക്കലും തെളിവല്ല, അവർക്ക് അവരുടെ അനുഭവങ്ങൾ എന്നത് ഒരിക്കലും തെളിവല്ല. മറിച്ച് ഖുർആനിനോടും സുന്നത്തിനോടും യോജിച്ചു വന്നാൽ ആ തെളിവ് നമുക്ക് ഗുണപാഠമായി ഉദ്ധരിക്കാം. നേരത്തെ നമ്മൾ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ അദ്ദേഹം പറഞ്ഞ ചരിത്രം പറഞ്ഞതുപോലെ അത് ആ സംഭവം, ഈ പ്രാർത്ഥനയെ ഒന്നുകൂടി നമുക്ക് ഇഷ്ടം തോന്നുന്ന രൂപത്തിലുള്ള ഒരു സംഭവമാണ്. അത്തരം സംഭവങ്ങൾ പറയാം. അതല്ലാതെ ഷിർക്കിന് തെളിവാക്കിക്കൊണ്ട് ആളുകളുടെ അനുഭവങ്ങൾ പറയുക എന്നത് ഒരിക്കലും യോജിച്ചതല്ല. അതുപോലെ സഹോദരങ്ങളെ, ഷെയ്ഖ് റഹിമഹുല്ല 5 മസ്അലകളാണ് ഇവിടെ ഉദ്ധരിച്ചത്. അതോടൊപ്പം ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ല അദ്ദേഹം ഒരു ഫായിദ, ഒരു ഗുണപാഠം പറഞ്ഞതായി നമുക്ക് കാണാം. ജാഹിലിയ കാലഘട്ടത്തിലെ വല്ല കാര്യവും അഥവാ ഷിർക്കിൻ്റെ വിശ്വാസങ്ങളോ പ്രവർത്തനങ്ങളോ എന്തുമാവട്ടെ, അതിനെ അല്ലാഹു റബ്ബുൽ ആലമീൻ തകർക്കുകയില്ല അതിനേക്കാൾ നല്ലത് നൽകിയിട്ടല്ലാതെ. നോക്കൂ, ജാഹിലിയത്തിൽ അവർ ഒരു വാദിയിൽ താഴ്വരയിൽ ചെന്നിറങ്ങിയാൽ അവിടെയുള്ള ജിന്നിൻ്റെ നേതാവിനെ വിളിച്ചു പ്രാർത്ഥിക്കും. അത് പാടില്ല എന്ന് അല്ലാഹു പറഞ്ഞു. അതോടൊപ്പം അല്ലാഹു റബ്ബുൽ ആലമീൻ അതിനേക്കാൾ ഉത്തമമായ മനോഹരമായ പ്രാർത്ഥന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിക്കുകയാണ്. ഏതാണത്? അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. ഇത് ഈ ശരീഅത്തിൻ്റെ, ഈ ശർഇൻ്റെ വളരെ മനോഹരമായൊരു രീതിയാണ്. അള്ളാഹുവാണിത് അവതരിപ്പിച്ചത് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണത്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ, ഒരു പ്രബോധകൻ, ഒരു ദാഇ, ഒരു നന്മ കൽപ്പിക്കുന്ന ഒരാൾ ആളുകളോട് ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു മുണ്ടാതിരിക്കരുത്. മറിച്ച് ശറഇൽ അനുവദിക്കപ്പെട്ട നല്ല കാര്യങ്ങൾ അവർക്ക് അതിന് പകരമായി പറഞ്ഞു കൊടുക്കണം. ഉറുക്ക് കെട്ടരുത്, ഏലസ് കെട്ടരുത്, അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കരുത്, കഴിഞ്ഞു. അല്ല, അവർക്ക് പറഞ്ഞു കൊടുക്കണം, അതിനേക്കാൾ നല്ലത് റബ്ബിനോട് ദുആ ചെയ്യലാണ്, അള്ളാഹുവിൽ അവലംബം അർപ്പിക്കലാണ്. ഈ ഷിർക്കിൻ്റെ മുഖങ്ങളായ ഉറുക്കും ഏലസും ഒരിക്കലും നമുക്ക് പാടുള്ളതല്ല. മറിച്ച് റബ്ബിനോട് ദുആ ചെയ്യുക, അനുവദിക്കപ്പെട്ട മന്ത്രം അത് ഉപയോഗിക്കുക എന്നത് പറഞ്ഞു കൊടുക്കുക. ഖുർആനിലും സുന്നത്തിലും അതിന് ധാരാളം തെളിവുകൾ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂലു റാഇന
അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനുകളെ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റാഇന എന്ന് പറയരുത്, വഖൂലുൻദുർന, മറിച്ച് നിങ്ങൾ ഉന്ദുർന എന്ന് പറയുക. നോക്കൂ, റാഇന എന്നത് യഹൂദികൾ പരിഹസിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്ന വാക്കായിരുന്നു. അത് പറയരുത് എന്ന് പറഞ്ഞു. അതോടൊപ്പം ഉന്ദുർന എന്ന് പറയാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ കൽപ്പിച്ചു. അതുപോലെ തന്നെ വേറെയും ഹദീസിൻ്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. പറഞ്ഞതിൻ്റെ ചുരുക്കം സഹോദരങ്ങളെ, അല്ലാഹു അല്ലാത്തവരോടുള്ള ഇസ്തിആദത്ത്, കാവലിനെ ചോദിക്കൽ, അഭയം ചോദിക്കൽ, അത് ഒരിക്കലും നമുക്ക് പാടുള്ളതല്ല. പ്രത്യേകിച്ച് ഖബറാളികളോട്, ജാറങ്ങളിലുള്ളവരോട്, മഖബറകളിൽ ഉള്ളവരോട്, മരണപ്പെട്ടവരോട്. അത് ഷിർക്കാണ്, ഷിർക്കിൽപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു മുസ്ലിം അള്ളാഹുവിനോട് മാത്രമേ കാവലിനെ ചോദിക്കാൻ പാടുള്ളൂ. മനുഷ്യരോടായാലും ശരി, ജിന്നുകളോടായാലും ശരി, ആരോടായാലും ശരി നമുക്ക് പാടില്ല, അള്ളാഹു അനുവദിച്ച രൂപത്തിൽ അല്ലാതെ. അഥവാ അവരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ, മനുഷ്യരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ, അള്ളാഹു അനുവദിച്ച കാര്യങ്ങൾ, അങ്ങനെയുള്ള മുബാഹായ അനുവദിക്കപ്പെട്ട കാര്യങ്ങളല്ലാതെ പ്രാർത്ഥന അടങ്ങുന്ന കാവലിനെ ചോദിക്കൽ ഒരിക്കലും നമുക്ക് പാടില്ല. അള്ളാഹു റബ്ബുൽ ആലമീൻ തൗഹീദിൽ ആയിക്കൊണ്ട്, സുന്നത്തിലായിക്കൊണ്ട് ജീവിച്ച് മരിക്കാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. മുസ്ലിമീങ്ങളായിക്കൊണ്ട് ഈമാനോടുകൂടി റബ്ബിനെ കണ്ടുമുട്ടാൻ അള്ളാഹു സഹായിക്കുമാറാവട്ടെ. എല്ലാവിധ ഷിർക്കിൻ്റെ ഇനങ്ങളിൽ നിന്നും, മുഖങ്ങളിൽ നിന്നും, അതിൻ്റെ കാര്യങ്ങളിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മുസ്ലിം സമുദായത്തെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅ്ല വ അഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.